കാര്യം? കുമാരിയുടെ അച്ഛൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയെന്ന്. നിന്നോട് ആര് പറഞ്ഞു? കാവിന്റെ തെക്കിന് നാണുചേട്ടൻ പറഞ്ഞു, പത്രത്തിലുണ്ടെന്ന്. എന്നാൽ ഇങ്ങോട്ട് വരുമായിരിക്കും. ഇങ്ങോട്ട് വരുമെങ്കിൽ നമ്മൾ ആരെയും കാണാനായിരിക്കില്ല വരുന്നത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം സഹിക്കാൻ മേലാത്തത്. നിനക്ക് എപ്പോഴും ചെല്ലപ്പനെ പറ്റിയാണ് ചിന്ത. കഴിഞ്ഞതൊക്കെ അബദ്ധമായി പോയി എന്നൊരു വിചാരം. ഞാനൊരു സ്ത്രീയാണ് ഗോപാലൻ ചേട്ടാ, അമ്മയാണ്. പെണ്ണ് ജനിക്കുന്നത് തന്നെ കണ്ണീരും കൊണ്ടാണെന്ന് എന്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ അനുഭവം അതാണ്. ജനാർദ്ദന, ചെല്ലപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ എന്റെ കട നിന്നിരുന്നിടത്ത് വന്ന് കുറെ നേരം നിന്ന് എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നീ കണ്ടോ? കണ്ട്. അന്ന് സമരത്തിൽ പാപ്പുവിനെ മമ്മദിനെ അടിച്ചിട്ട ആളല്ലേ? അത് തന്നെ. നിങ്ങളുടെ കട നിന്നിടത്ത് കുറച്ചു നേരം വന്ന് നിന്നിട്ട് വേഗം നടന്നതിലെ തെക്കോട്ട് പോയിട്ട് ഒത്തിരി നേരമായ? ചെല്ലപ്പൻ വന്നിട്ട് കണ്ടില്ലേ? എപ്പോ വന്നു? ഞാൻ കണ്ടില്ല. എപ്പോ വന്നെന്ന് ഞമ്മക്കും അറിയാൻ പാടില്ല. കപ്പലണ്ടി മുക്കിൽ ഒരു കടക്കാരൻ വന്നു, അവിടെ വന്നൊരു ചായം കുടിച്ചിട്ട് ഫാക്ടറി പടിക്കലേക്ക് പോയെന്ന്. നമ്മൾ അവിടെ ചെന്നപ്പോ അവിടെ നിന്നും പോയി. പാവം ഞമ്മളെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. എന്നാലിങ്ങ് വരും. യൂണിയൻ ചെല്ലപ്പനെ ഗംഭീരമായ ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് അവനെ കിട്ടുമൊന്നുമില്ല. അവനൊരു വല്ലാത്ത പഹയനാ. അത് ചെല്ലപ്പൻ നാളെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ചെല്ലപ്പ വന്നിട്ട് നിങ്ങൾ എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയാമോ? നിങ്ങളെ കടപൊളിച്ചവരൊക്കെ അറിഞ്ഞു. അതിന് പ്രതികാരം ചെയ്യാതെ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ചെല്ലപ്പൻ എവിടേക്ക് പോയി? ആലപ്പുഴ ബോട്ട് കയറി പോകുന്നത് കണ്ടു. ബോട്ട് വിട്ടാ? അതെപ്പോഴാണ് പോയി? ഹംസ, വിഷമിക്കണ്ട. ചിലപ്പോൾ നാളെ വരുമായിരിക്കും. ഞാൻ വരട്ടെ? എനിക്ക് ചെല്ലപ്പനൊന്ന് കണ്ടാ മതിയായിരുന്നു. നീ പഠിക്കുന്നുണ്ടോ? കുമാരിയോ? കുമാരി ചത്തുപോയച്ചോ. അവിടെയോ കുഴിച്ചിട്ടത്. അവൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. അവൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. മരിക്കാൻ നേരത്തും അവൾ അച്ഛനെ വിളിച്ചു. അവളെയും പള്ളിക്കൂടത്തിൽ ചേർത്തിരുന്നു.
നമ്മുടെ മോള് പോയി, കുമാരി മോള് പോയി. അച്ഛനെ വിളിച്ചുകൊണ്ട് നമ്മുടെ മോള് മരിച്ചു. എന്റെ മോളെ, നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നടി. എന്റെ മോളെ. എന്റെ മോനെ ഒന്ന് നോക്കിട്ട് പോണേ, അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോണേ. അവൻ അവിടത്തെ മോൻ തന്നെയാണ്. എന്റെ മോനെ സത്യമാക്കി ഞാൻ പറയുന്നു, അവിടെ നിന്ന് എന്നെ വിട്ടിട്ട് പോയ കാലം വരെ മറ്റൊരു പുരുഷനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടത്തെ മോനോട് ഒരു വാക്ക് പറയണേ. എന്റെ മോൻ പഠിച്ചു മിടുക്കനാണ്. പ്രഭാകരൻ ചേട്ടൻ അല്ല, ചെല്ലപ്പൻ ചേട്ടൻ. എന്നാലും അന്ന് ചേട്ടൻ ആരോടും ഒന്നും പറയാതെ അങ്ങ് പോക്കളാം ചേട്ടാ. അതുകൊണ്ട് നിനക്കെന്നെ ഒരിക്കൽ കൂടി കാണാൻ കഴിയും. ഞാനൊരു വൃത്തികെട്ടവനാണെന്നും നിന്നെ ചതിക്കാൻ വരുമ്പെട്ടവനാണെന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ വന്നത്. ചേട്ടനെ പറ്റി എല്ലാ അച്ഛൻ നാട്ടിൽ പോയി അറിഞ്ഞു. എന്നിട്ടും എനിക്ക് ചേട്ടനോട് ദേഷ്യം തോന്നിയില്ല, ചതിയനാണെന്നും തോന്നിയില്ല. ആ, ജയിലിൽ നിന്നാ ഇറങ്ങിയത്. അപ്പൊ എല്ലാം നീ അറിഞ്ഞു? എല്ലാം ഞാൻ അറിഞ്ഞു. എന്നിട്ടും നീ എനിക്ക് മാപ്പ് തരുന്നു? ചേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അത് എന്റെ നന്മ കൊണ്ടല്ല, നിന്റെ നന്മ കൊണ്ട്. അങ്ങനൊക്കെ പറയാതിരിക്കേട്ടാ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും ചേട്ടനെ പറ്റി ഓർക്കും. ഇപ്പോഴും ഞാൻ ഓർത്തോണ്ടിരുന്നേത്. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. എന്താ? മോനെ പ്രഭാത്, എന്തായാലും നീ ഇവിടെ വരാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളോടെല്ലാം കള്ളം പറഞ്ഞു. അതിരിക്കട്ടെ, ഒളിവ് കഴിയുന്നവർക്ക് സത്യം പറയാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാൻ വയ്യ. നീ അങ്ങോട്ട് കയറി. കുമാരൻ എവിടെ? അവനിപ്പോ വരും. നിന്നെ ഇപ്പോഴൊന്നും പറഞ്ഞയക്കില്ല. അല്ല, എനിക്ക് ഉടനെ പോണം. അത് കഴിഞ്ഞിരിക്കട്ടെ, അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും മോനെ പറഞ്ഞയക്കാൻ നോക്കില്ല. അല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയല്ലെന്ന് നീ പറഞ്ഞിട്ട് പോ. മോളെ, നീ അടുക്കളയിൽ ഭീകര നന്നായിരിക്കണം കേട്ടോ. വാ മോനെ, കേറിയിരിക്കും. സുഖായി കിടന്നുറങ്ങും. ജയിലിലായിരുന്ന പുറക്ക് കിട്ടി കാണുകയില്ല. 6 മാസം ഉറക്കം ഒന്നിച്ചുറങ്ങാൻ പറയണോ അമ്മേ? ആ ചേട്ടൻ കിടന്നു. കുമാരാ, ഇതൊന്ന് മുറ്റത്തില്ല, ഞാൻ അവിടെ കിടന്നോളാം. നീ എന്തിനാണ് ഇപ്പൊ വന്നത്?
രാവിലെ പോവല്ലേ? ഇനി എന്ന് വരും? ഒരിക്കലും വരില്ല. എനിക്കത് തോന്നി. അതാണ് ഞാൻ വന്നത്. അടുക്കളയുടെ കതവ് തുറന്ന് ആരും അറിയാതെ ഞാൻ വന്നിരിക്കുന്നു. എന്തിന്? അന്നൊരിക്കൽ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ചേട്ടന്റെ ഏതാഗ്രഹത്തിന് വഴങ്ങാനും എനിക്ക് സമ്മതമാണ്. എന്റെ ജീവിതത്തിലെ ആദ്യത്തതും അവസാനത്തതുമായ അനുഭവമായിരിക്കും അത്. പാർവതി, എന്തിനാളിയാ എന്നെ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നത്തെ എനിക്ക് എങ്ങനെ ഇഷ്ടമായി? എങ്ങനെയോ ഇഷ്ടമായി. ആ പാപ്പുവിനെ മറ്റും വാരി എറിഞ്ഞുകൊണ്ടായിരിക്കും. അവൻ ദുഷ്ടനാ. എനിക്ക് അവനെ കൊല്ലണമെന്നുണ്ട് ചെല്ലപ്പ. അവൻ കോടാലിക്കൈ. താൻ എന്നോടൊപ്പിച്ച് വരാൻ ഒരുക്കമാണോ? എന്തിനാ? പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കാൻ താൻ തയ്യാറാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചിലപ്പോ നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവും. തന്നെ കൊള്ളില്ല. നമ്മൾ എവിടെ വെച്ചാണ് ആദ്യമായി കണ്ടത്? ഇവിടെ വെച്ച്. ഈ ചെല്ലപ്പൻ ആദ്യമായി ഹംസയെ ഇവിടെ വെച്ച് കണ്ടു. ചെല്ലപ്പൻ ഇവിടെ വെച്ച് ഹംസയെ തിരിയുന്നു. ചെല്ലപ്പ നിൽക്കാതെ അനങ്ങി പോകരുത്.